गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परं ब्रह्म तस्मै श्री गुरुवे नमः. ॐ हंसाभ्यां परिवृत्तपत्रकमले दिव्ये जगत्कारणं विश्वोत्कीर्णमनेकदेहनिलयं स्वच्छन्दमानन्दकम् आत्यन्तैकमखण्डचित्कनरसम्पूर्णं हनन्दं शुभं प्रत्यशाशरविग्रहं गुरुपदं ധ്യായേദ്വിപും ശാശ്വതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ബഹുമാനപ്പെട്ട ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ മുഴുവൻ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ പഠന ശാലയായ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണ പരമ്പരയുടെ 3-ാം വിഷയമാണ് നാണുവിൻ്റെ വിദ്യാരംഭവും വിദ്യാഭ്യാസ കാലഘട്ടവും എന്നത്. നമ്മളുടെ എല്ലാം പരമദൈവമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഓരോ കാലഘട്ടത്തിലൂടെയും നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം തീർച്ചയായും നമുക്ക് അത്ഭുതകരമായ കാഴ്ചകൾ കാണുവാൻ സാധിക്കുകയും ആ കാഴ്ചകൾ കണ്ട് ആ പാദ കമലങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണമിക്കുവാനേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അത്ഭുതകരമായ ജനനവും ബാല്യവും നാം ഈ പരമ്പരയിലൂടെ കഴിഞ്ഞ നാളുകളിൽ കണ്ടുകഴിഞ്ഞു. വിദ്യാരംഭത്തിന് മുൻപേ പഠിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്ന നമ്മുടെ ഭഗവാൻ ഈ ആശാൻ ആയിട്ടുള്ള അഭിനയങ്ങളുമായി കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ചരിത്രരേഖയിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതും കഴിഞ്ഞ ആ പരമ്പരയിലൊക്കെ ഓരോരുത്തർ വിശകലനം ചെയ്യുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ മണയ്ക്കൽ ക്ഷേത്രത്തിന് സമീപമുള്ള പല കുടുംബക്കാരും അവരുടെ എല്ലാം കുട്ടികളെ എഴുത്തിനിരുത്തിയിരുന്നത് വയൽവാരം ഭവനത്തിലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് പോലെ തന്നെയാണ്. പല സ്ഥലങ്ങളിലും പല മീഡിയ സെൻറ്ററുകളിലും പല അങ്ങനെ ഒട്ടനവധി പല ക്ലബ്ബുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുത്തിനിരുത്തുന്ന ഒരു വേദി ആയിട്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. പണ്ട് ആശാൻ്റെ അടുത്ത് പോയിരുന്ന് അറിവും പാണ്ഡിത്യമുള്ള ആളുകളുടെ മടിയിലിരുന്നാണ് എഴുത്തിനിരുത്തിയിരുന്നത്. അതിലെ പ്രധാന ആ കാലഘട്ടത്തിൽ വയൽവാരം ഭവനം ഒരു പ്രധാന ഒരു സ്ഥലം തന്നെയായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുകാര്യ പ്രശസ്തനും ആദരണീയനുമായിരുന്ന മാടനാശാൻ കുട്ടികളെ മടിയിലിരുത്തി ആദ്യാക്ഷരം കുറിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം പലതവണ നമ്മുടെ ഭഗവാനായ നാണു കണ്ടിട്ടുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ എനിക്കും ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാണു അച്ഛൻ്റെ മടിയിൽ കയറി ഒറ്റയിരിപ്പായിരുന്നു. പക്ഷേ അന്ന് മാടനാശാൻ എഴുതിച്ചില്ല. പക്ഷെ അന്ന് മുതൽ മാടനാശാന് ഒരു പുതിയ ചിന്തയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞു. കാരണം ആരെക്കൊണ്ട് നാണുവിനെ എഴുത്തിനിരുത്തണം എന്ന ചിന്തയായിരുന്നു അത്. മാടനാശാൻ പല ടെയും കാര്യം ഓർത്തു. അതിൽ മഹാപണ്ഡിതനും പ്രമാണിയും സമൂഹത്തിൽ ഉന്നത നിലയിലുമുള്ള ഒരാളാവണം നാണുവിനെ ആദ്യാക്ഷരം കുറിക്കുവാനെന്ന് മാടനാശാൻ്റെ മനസ്സിൽ തോന്നുകയും ആ ആഗ്രഹത്തിൽ
തിരുവിതാംകൂറിൻ്റെ ധാർമ്മിക കാര്യങ്ങളിലും കരം പിരിവിലും ക്ഷേത്രകാര്യങ്ങളിലും മഠങ്ങളും ഒക്കെ നോക്കി നടത്തുന്നതിൽ സ്വാധീനവും ചുമതലയുമൊക്കെ ഉണ്ടായിരുന്ന 8 വീട്ടിൽ പിള്ളമാര് പെട്ട ആ കാലഘട്ടത്ത് 8 വീട്ടിൽ പിള്ളമാരായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ 8 വീട്ടിൽ പിള്ളമാരിൽപ്പെട്ട ചെമ്പഴന്തി കണ്ണങ്കര ഭവനത്തിലെ മൂത്ത പിള്ളയായിരുന്ന നാരായണ പിള്ളയെ കൊണ്ട് നാണുവിന് വിദ്യാരംഭം കുറിക്കുവാൻ മാടനാശാൻ തീരുമാനിച്ചു. ആ തീരുമാനം അറിഞ്ഞ നാരായണപിള്ളയ്ക്കും വളരെയധികം സന്തോഷം തോന്നി. നല്ല ഒരു ദിവസമൊക്കെ നോക്കി വിദ്യാരംഭത്തിനുള്ള മുഹൂർത്ത സമയത്ത് തന്നെ ചെറിയ ഒരു മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് നാണുവിനെയും എടുത്തുകൊണ്ട് മാടനാശാനും കുട്ടിയമ്മയും കണ്ണങ്കര ഭവനത്തിൽ ചെന്നു. അന്ന് ഭഗവാൻ 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളും കുട്ടികളെയൊക്കെ എഴുത്തിനിരുത്താൻ പോകുമ്പോൾ ഈ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ആണ് നമ്മളും കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ തന്നെ നാണുവിനെയുമായി മാതാപിതാക്കൾ ആ ഭവനത്തിൽ എത്തിച്ചേരുകയും അരിയും തുളസിയിലകളും ചെത്തിപ്പൂക്കളും ഒക്കെ നിറച്ച ഒരു താലത്തിൽ നാരായണപിള്ള ആ താലമെടുത്ത് മടിയിലിരുത്തിയ ശേഷം നാണുവിനെയും എടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് വലത് കൈയിലെ ആ കുഞ്ഞു ചൂണ്ടുവിരൽ പിടിച്ച് ഓം ഹരി ശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു എന്ന് അരിയിൽ എഴുതിച്ച ശേഷം നാണുവിനെ അത് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. നാണു അതുപോലെ തന്നെ അത് ഏറ്റുചൊല്ലുകയും ചെയ്തു. തേജസ്സുറ്റ ആ കൊച്ചുമുഖം കണ്ട നാരായണപിള്ള വാത്സല്യപൂർവം മാടനാശാനോട് പറഞ്ഞു, നാണു സാക്ഷാൽ നാരായണനായി വളരും, ലോകത്തിന് വഴിയും വെളിച്ചവുമേകുന്ന മഹാനായി തീരും നാണു എന്ന് ആ നാരായണപിള്ള മാടനാശാനോട് പറഞ്ഞപ്പോൾ നാണുവെന്ന ബാലനും ചിരിച്ചു അത് കേട്ട്. അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയിട്ടാണോ അറിയാതെയാണോ പുഞ്ചിരിച്ചതെന്ന് ആർക്കും അറിയില്ല. പക്ഷേ മാടനാശാൻ്റെ ഹൃദയത്തിൽ ആ വാക്കുകൾ കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദത്തിരകൾ അലയടിച്ചുകൊണ്ടേയിരുന്നു. വയൽവാരം വീടിനടുത്തുള്ള ഒരു ആശാൻ കളരിയിൽ ആ എഴുത്തിനിരുത്തിയതിന് ശേഷം നാണുവിനെ പഠിക്കാനായി ചേർക്കുകയും അവിടുത്തെ ആശാനും മാടനാശാനും വലിയ സൗഹൃദത്തിൽ ആയിരുന്നതുകൊണ്ടും ഒക്കെ നാണുവിനെ ആ ആശാൻ കളരിയിൽ ഒരു പ്രത്യേക ശ്രദ്ധ അവിടുത്തെ ആശാൻ ചെയ്തിരുന്നു. ഇപ്പം നമ്മളൊക്കെ സ്കൂളിലും അല്ലെങ്കിൽ ഇതുപോലെ പല സ്ഥലത്തുമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ അവിടുത്തെ അധ്യാപകരുമായിട്ട് വളരെ ചങ്ങാതികൾ ആയിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മളിൽ ഒരു കണ്ണ് ആ അധ്യാപകന് സ്വാഭാവികമായും ഉണ്ടായിട്ടുമുണ്ട് എന്ന് പറഞ്ഞതുപോലെ നാണുവിനെ ചേർത്ത ആശാൻ കളരിയിലും ആ ആശാൻ നാണുവിന് ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു. അതുപോലെ പഠന സമയത്ത് ഒക്കെ നാണുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കൽ ആശാൻ്റെ വായിൽ നിന്നും വീഴുന്ന കാര്യങ്ങളെല്ലാം അത് വള്ളി പുള്ളി മാറാതെ അപ്പടി തന്നെ ഹൃദിസ്ഥമാക്കുവാൻ നാണു എന്ന ബാലന് കഴിഞ്ഞിരുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. മലയാളം,
സംസ്കൃത അക്ഷരങ്ങൾ എഴുതുവാനും പറയുവാനും നാണു പഠിച്ചത് വളരെ വേഗത്തിലായിരുന്നു. മറ്റു കുട്ടികളെല്ലാം അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നാണു പഠനത്തിൻ്റെ ഒട്ടനവധി പടികൾ ചവിട്ടി മുന്നേക്കം പോയിക്കൊണ്ടിരുന്നു. അവരക്ഷരം പഠിക്കുന്ന സമയത്ത് നാണു വാക്യങ്ങൾ എഴുതുവാനും കർത്താവ്, കർമ്മം, ക്രിയ എന്നിവ വാക്യത്തിൽ പ്രയോഗിക്കുവാനുമൊക്കെ നാണു പഠിച്ചു കഴിഞ്ഞിരുന്നു. പഠനത്തിലുള്ള നാണുവിൻ്റെ അതിവേഗവും ചിന്തയിലുള്ള ഏകാഗ്രതയും ഗ്രഹണത്തിലുള്ള സൂക്ഷ്മതയും ആരെയും അതിശയിപ്പിക്കും വിധമായിരുന്നു ആ കാലഘട്ടത്തിൽ നാണുവിൻ്റെ ആ തുടക്കം തന്നെ. അതിനുശേഷം ആശാൻ കളരിയിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് യുവാവായ ആ കാലഘട്ടത്തിൽ നാണു ഭക്തൻ എന്ന പേരിലായിരുന്നു ആളുകൾ നാണുവിനെ വിളിച്ചിരുന്നത്. ചിലർ കാര്യമായിട്ട് വിളിക്കുന്നവരുണ്ടായിരുന്നു, മറ്റു ചിലരാവട്ടെ ഒരു കളിയാക്കുന്ന സ്വരത്തിൽ. നമുക്കറിയാമല്ലോ, നാട്ടിലൊക്കെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ കളിയാക്കുന്ന രീതിയിലും അല്ലാതെയും ഒക്കെ വിളിയും പറച്ചിലുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ കളിയാക്കുന്ന രീതിയിലും കാര്യമായിട്ടും നാണുഭക്തൻ എന്ന് ആളുകൾ നമ്മുടെ ഭഗവാനെ വിളിച്ചിരുന്നു. അപ്പം അതിന് പ്രത്യേക ഒരു കാരണവുമുണ്ട്. ഭസ്മവും ചന്ദനവും നനച്ച് നെറ്റിത്തടത്തിലും കൈകളിലുമൊക്കെ വാരിപ്പൂശി ജപമാലകൾ അണിഞ്ഞും പുരാണ ഗ്രന്ഥങ്ങൾ കയ്യിൽ പിടിച്ച് നിരന്തരം പാരായണം ചെയ്ത് നാട് നീളെ നടന്നതുകൊണ്ടായിരുന്നു ആളുകൾ നാണുഭക്തൻ എന്ന ആ പേര് വിളിച്ചിരുന്നത്. നാണുവിൻ്റെ മേൽ പതിഞ്ഞ ആ വിളിപ്പേരിൽ പക്ഷേ മാടനാശാനും കുട്ടിയമ്മയ്ക്കും കൃഷ്ണൻ വൈദ്യർക്കും എല്ലാം തെല്ല് ഒരു ആശങ്ക ഉണ്ടാകുകയും ചെയ്തു. കാരണം ഒരു സന്യാസിയായി പോകും എന്നുള്ള ആ ഒരു കാരണമാണോ, കുട്ടി നമ്മുടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോകുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ആയിരിക്കാം ആ മാതാപിതാക്കൾക്ക് അങ്ങനെ തോന്നുവാൻ ഇടയായ കാര്യം. ആ സമയത്തൊക്കെ നമ്മുടെ നാണു കുടുംബകാര്യങ്ങളിൽ ഒന്നും യാതൊരുവിധ ശ്രദ്ധയും കൊടുത്തിരുന്നില്ല. ശ്രദ്ധ ഒന്നിന് മാത്രമായിരുന്നു നാണു ചെയ്തിരുന്നത്, ഭക്തിയും പ്രാർത്ഥനയും. അതുപോലെ ധ്യാനവും ഒഴിഞ്ഞ് മറ്റൊരു നേരവും നമ്മുടെ നാണുവിന് ഇല്ലാതായി. ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിക്കുക, അവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്കായി രാമായണവും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളും പാരായണം ചെയ്തും അതിൻ്റെ പൊരുൾ ഭക്തിപ്രധാനമായി വിവരിച്ചു കൊടുക്കുന്നതിലും നാണുഭക്തന് വലിയ ഉത്സാഹമായിരുന്നു. അതിനായിരുന്നു നാണുഭക്തൻ കൂടുതൽ ആഗ്രഹത്തോടുകൂടി ചെയ്തിരുന്ന കാര്യവും. മിക്ക പുരാണ കഥകളും നാണുഭക്തന് ഹൃദിസ്ഥമായിരുന്നതിനാൽ ശ്രോതാക്കൾക്ക് ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ കഥ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന നാണുഭക്തൻ്റെ ആ കഥ പറച്ചിലിൽ അവർ ആ കഥയിൽ അവിടെ കാണുന്നത് പോലെ അനുഭവിച്ചിരുന്നു എന്നുമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരുന്നത്. അങ്ങനെ ദൈവവിചാരം കലശലായതോടെ നാണുഭക്തൻ്റെ പെരുമാറ്റത്തിലും ജീവിത രീതിയിലുമെല്ലാം അസാധാരണമായ ഒരു മാറ്റങ്ങൾ കാണപ്പെട്ടു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇടയിലൊക്കെ ആളുകൾ ഒരു സാധാരണ ഭക്തിയേക്കാൾ കൂടുതൽ ആയ ഭക്തിയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ആൾക്കാർ ചിലർ കളിയാക്കുന്ന രീതിയിൽ തോന്നും. ചിലപ്പോൾ ആ മാറ്റത്തിന് ഏതായാലും ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലത് പറയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അന്നും അതുപോലെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വളരെ അത്ഭുതത്തോടു കൂടിയാണ് നമ്മുടെ നാണുവിനെ നോക്കിക്കണ്ടിരുന്നത്. അവിടെയെല്ലാം എന്തു ചോദിച്ചാലും നാണുവിൻ്റെ മറുപടിയിൽ നിറഞ്ഞ ഭക്തിയുടെ
ആ ഒരു സാന്നിധ്യം നിറഞ്ഞ് തുളുമ്പിയിരുന്നു. ലൗകിക ജീവിതത്തോടുള്ള കടുത്ത ഒരു വെറുപ്പിൻ്റെ ചില ലക്ഷണങ്ങൾ നാണുവിൽ കണ്ടതു മുതൽ മാതാപിതാക്കൾക്കും അമ്മാവന്മാർക്കും കടുത്ത വിഷമം തന്നെ ഉണ്ടായി. അത് ഇപ്പം നമ്മളത് എടുത്തു പറയേണ്ട കാര്യവുമല്ല. അത് ആർക്കാണേലും അങ്ങനെ ഒരു വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അതും ഒരു കാര്യം മനസ്സിലാക്കണം, 3 സഹോദരിമാർക്ക് ഉള്ള ഏകയൊരു ആൺതരി ആയിരുന്നത് കൊണ്ടാണ് അവർക്ക് അത്രയും വിഷമം ഉണ്ടാകുവാൻ കാരണം. ആ ഒരു അവസരത്തിൽ ഒരു ദിവസം മാതാവായ കുട്ടിയമ്മ നാണുവിനെ ഇങ്ങനെ നല്ലൊരു അവസരം കിട്ടുമ്പോൾ, ഇപ്പം നമ്മളൊക്കെ ആണേലും കുട്ടികളോട് ഒരു കാര്യം പറയുമ്പോൾ നല്ലൊരു അവസരം നോക്കിയിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുഴപ്പമാവും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അവസരം നോക്കി കുട്ടിയമ്മ നമ്മുടെ നാണുവിനോട് പറഞ്ഞു, മോനെ നാണു, നിനക്ക് താഴെയായി 3 സഹോദരികൾ ഉണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട നീ ഈ വിധം ഊരു ചുറ്റി നടന്നാൽ മതിയോ? അങ്ങനെ ആ അമ്മ തരം കിട്ടിയ അവസരത്തിൽ കുട്ടിയമ്മ നാണുവിനോട് ചോദിച്ചു. അപ്പോൾ നാണു അമ്മയ്ക്ക് കൊടുത്ത മറുപടി, അമ്മയ്ക്കെൻ്റെ ഗതിയെക്കുറിച്ച് യാതൊന്നും അറിയില്ലല്ലോ എന്നാണ്. അപ്പോൾ വീണ്ടും കുട്ടിയമ്മ നാണുവിനോടായിട്ട് പറഞ്ഞു, ഭക്തിയും പ്രാർത്ഥനയുമൊക്കെ വേണ്ടത് തന്നെ മോനെ. പക്ഷേ വീടും കുടുംബവും മറന്നുകൊണ്ടുള്ള ഭക്തിയും പ്രാർത്ഥനയും കൊണ്ട് എന്തു ഗുണമാണ്? ഞങ്ങൾക്ക് വലിയ വിഷമമുണ്ട് നാണു. അല്പനേരത്തെ ഇതെല്ലാം കേട്ടതിന് ശേഷം നാണു അല്പനേരത്തെ മൗനത്തിന് ശേഷം മറുപടി പറഞ്ഞു, അമ്മയെ ആരെയും വിഷമിപ്പിക്കാനല്ല, എല്ലാവരുടെയും വിഷമത്തെ അകറ്റാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നാണു അമ്മയോട് മറുപടി പറഞ്ഞത്. ആ ഉറച്ച നാണുവിൻ്റെ ആ ഒരു പ്രസ്താവനയ്ക്ക് മുമ്പിൽ കുട്ടിയമ്മ നിശബ്ദയായി നിന്നു. ഊരുചുറ്റലിനിടയിൽ നാണുവിന് വസൂരി രോഗം പിടിപെടുകയുണ്ടായി. അതെല്ലാം സ്വയം ചികിത്സിക്കുകയും ഒക്കെ ചെയ്ത് മണക്കൽ ക്ഷേത്രത്തിലും കാട്ടിലുമൊക്കെയായി ഒറ്റയ്ക്ക് കഴിഞ്ഞ സന്ദർഭങ്ങളുമൊക്കെ ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കാണാതെയൊക്കെ ഇരിക്കുന്ന അവസരത്തിൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ വസൂരി രോഗം പിടിപെട്ടെന്നും ഒക്കെ പറഞ്ഞ്, അന്നത്തെ കാലത്ത് വസൂരി രോഗമൊക്കെ പിടിപെട്ടാൽ പിന്നെ അത് മരണത്തിന് കീഴടങ്ങുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് വേറെ ചികിത്സയോ അങ്ങനെ ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ അതെല്ലാം ശേഷം തിരിച്ച് വന്നപ്പോൾ വീട്ടുകാർ ചോദിച്ചു, ആരാണ് നാണു നിന്നെ ചികിത്സിച്ചത് എന്ന് ചോദിച്ചപ്പോൾ നാണു മറുപടി പറഞ്ഞത് മണക്കൽ ഭഗവതി എന്നാണ് നാണു ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അതിന് മറുപടി പറഞ്ഞത്. ഇത് കേട്ട എല്ലാവരും അത്ഭുതം കൊണ്ട് നിർനിമേഷരായി നിന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വയൽവാരത്തെ ഈ നാണു ഭക്തൻ്റെ ഭാവിയെപ്പറ്റി വയൽവാരത്തെ ഭവനത്തിലെ അമ്മാവനായ കൃഷ്ണൻ വൈദ്യരും മാതാപിതാക്കളും അവർ കൂടുതലായി നാണുവിൻ്റെ ആ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ദീർഘമായ ചർച്ചകൾ ചെയ്യപ്പെടുകയുണ്ടായി. നാണുവിൻ്റെ ഈ ഊരുചുറ്റലും കാര്യങ്ങളുമൊക്കെ നടക്കുന്ന അവസരത്തിൽ, അങ്ങനെ അവർ ആ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ ഒരു ദിവസം ഒരു അപരിചിതനായ ഒരു ആൾ ഒരു കത്തുമായി അവിടെ വരികയുണ്ടായി. അപ്പോൾ ആ കത്ത് വൈദ്യരുടെ ഒരു കൂട്ടുകാരനായിരുന്ന
പരവൂർ കേശവനാശാൻ അയച്ച കത്തായിരുന്നു. ആ കത്ത് സംസ്കൃതത്തിൽ എഴുതിയ കത്ത് പലതവണ വായിച്ചിട്ടും കൃഷ്ണൻ വൈദ്യർ വായിച്ചിട്ടും അദ്ദേഹത്തിന് അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. കാരണം കൃഷ്ണൻ വൈദ്യർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്കൃതത്തിലെ സാമാന്യമായ നല്ല പരിചയവും പരിജ്ഞാനവുമുള്ള ആളായിരുന്നു കൃഷ്ണൻ വൈദ്യർ. പക്ഷേ അദ്ദേഹത്തിന് കൂട്ടുകാരൻ എഴുതിയ ആ സംസ്കൃത കത്ത് വായിച്ചിട്ട് അതിൻ്റെ പൊരുൾ കൃഷ്ണൻ വൈദ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഊരുചുറ്റിന് പോയിരിക്കുന്ന നാണുവിനെ കാണിച്ചാൽ മനസ്സിലാകൂ എന്നുള്ള ഒരു വിശ്വാസത്തിൽ വൈകുന്നേരം വരെ കൃഷ്ണൻ വൈദ്യർ അവിടെ നാണുവിനെയും പ്രതീക്ഷിച്ച് കാത്തിരുന്നു. നാണു വന്ന ഉടനെ കൃഷ്ണൻ വൈദ്യരെയൊക്കെ ഒന്ന് കണ്ടു ചിരിച്ചു. അപ്പോൾ കൃഷ്ണൻ വൈദ്യർ നാണുവിനോട് പറഞ്ഞു, നാണു, ഈ കത്തിൻ്റെ പൊരുൾ എന്താണെന്ന് നിനക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അമ്മാവൻ്റെ കയ്യിൽ നിന്നും ആ കത്ത് വാങ്ങിയ നാണു ഒറ്റ വായനയിൽ തന്നെ സംശയങ്ങളൊന്നും കൂടാതെ അതിൻ്റെ പൊരുൾ വ്യക്തമായും പൂർണ്ണമായും ഞൊടിയിടയിൽ അമ്മാവിന് പറഞ്ഞു കൊടുത്തു. നാണുവിൻ്റെ സംസ്കൃത ഭാഷയിലുള്ള പാണ്ഡിത്യവും പരിജ്ഞാനവും മനസ്സിലാക്കിയ വൈദ്യർ അപ്പോൾ തന്നെ തീരുമാനിച്ചു, നാണുവിനെ ഉപരിപഠനത്തിന് എവിടെയെങ്കിലും നല്ല ഒരു ആശാന്റെ കീഴിൽ വിടണമെന്ന ഒരു ചിന്ത കൃഷ്ണൻ വൈദ്യർക്ക് ഉണ്ടായി. അങ്ങനെ മാടനാശാനും കൃഷ്ണൻ വൈദ്യരും കൂടിയാലോചിച്ചു. അങ്ങനെ കണ്ടെത്തിയ ഒരു സ്ഥലമായിരുന്നു കായംകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമായ പുതുപ്പള്ളിയിലെ കുമ്മംപള്ളി രാമൻ പിള്ള ആശാന്റെ പള്ളിക്കൂടം. രാമൻ പിള്ള ആശാൻ ആരായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാപണ്ഡിതനും ഗ്രന്ഥകർത്താവും അങ്ങനെ സ്വാത്വികനായ ആചാര്യനും സർവാഭരണീയനുമായ കുമ്മംപള്ളി രാമൻപിള്ള ആശാൻ അദ്ദേഹം ഏവർക്കും പ്രിയങ്കരനായ സർവാദരണീയനായിരുന്ന ആ കുമ്മംപള്ളി ആശാൻ തിരുവിതാംകൂറിലെങ്ങും അറിയപ്പെടുന്ന ഒരു ആളായിരുന്നു. നിരവധി കൃതികളും എന്നുവേണ്ട പല ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. കുമ്മംപള്ളി ആശാനെക്കുറിച്ചും ആശാന്റെ കൃതികളെക്കുറിച്ചും കേട്ടറിവുണ്ടായിരുന്ന നാണുവിനും കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ പോകുന്ന കാര്യം ഇങ്ങനെ അമ്മാവനും മാടനാശാനും ഒക്കെ പറഞ്ഞപ്പോൾ നാണുവിനും വലിയ സന്തോഷം ഉണ്ടായി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാണുവിന് 21 വയസ്സ് ആകുമ്പോഴാണ് ഉപരിപഠനത്തിനായി വാരണപ്പള്ളിയിലേക്ക് യാത്രയാകുന്നത്. അക്കാലത്ത് കുമ്മംപള്ളി രാമൻപിള്ള ആശാന്റെ പള്ളിക്കൂടത്തിൽ ഉപരിപഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളിൽ കുറേ പേർ ഈ വാരണപ്പള്ളി തറവാട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഉപരിപഠനത്തിനായി ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ നിന്നും നാണുവും മാടനാശാനുമൊക്കെ ജലമാർഗം ആണ് വാരണപ്പള്ളി തറവാട്ടിലേക്ക് എത്തിച്ചേർന്നത്. പ്രതാപവും പാരമ്പര്യവും പ്രസക്തിയും സമ്പത്തും വേണ്ടുവോളം ഉണ്ടായിരുന്ന ആ ഭവനം ദാനധർമാദികളിലും സൽക്കർമ്മങ്ങളിലും പേരുകേട്ട തറവാട് കൂടിയായിരുന്നു. ആ തറവാട് കാരണവരായിരുന്ന കൊച്ചുകൃഷ്ണ പണിക്കർ അവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ആ താമസത്തിനും ഭക്ഷണത്തിനും പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി തന്നെയായിരുന്നു ചെയ്തു കൊടുത്തിരുന്നത്. ഇപ്പോൾ
അന്നത്തെ കാലഘട്ടത്തിൽ വളരെ സമ്പന്നനായിരുന്നു എങ്കിലും അതിനൊരു മനസ്സ് ആ കൊച്ചുകൃഷ്ണ പണിക്കർക്കുണ്ടായിരുന്നു. ആ ഭവനത്തിലെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരുന്നു എന്നും ആണ് നമ്മൾക്ക് അറിയുവാൻ കഴിയുന്നത്. ഒരു വിദ്യാർത്ഥിയൊക്കെ ആയിട്ടാണ് നാണു അവിടെ എത്തിയിരുന്നെങ്കിലും വെറുമൊരു വിദ്യാർത്ഥിയെപ്പോലെ മാത്രമായിരുന്നില്ല നാണുവിനെ കാരണവരും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ കണ്ടിരുന്നത്. അതീവ വാത്സല്യത്തോടു കൂടിയായിരുന്നു നാണുവിനോട് എല്ലാവരും പെരുമാറിയിരുന്നത്. കാരണം നാണുവിൻ്റെ ആ അടക്കവും ഒതുക്കവും മിതത്വവും ഭക്തിയും ഗുരുത്വവും സൗമ്യതയാർന്ന പെരുമാറ്റവും ശുദ്ധിയും എല്ലാം കണ്ട വാരണപ്പള്ളി തറവാട്ടിലെ എല്ലാ അംഗങ്ങളും നാണുവിനോട് ഒരു പ്രത്യേക മതിപ്പായിരുന്നു. അതിന് പ്രത്യേക കാരണവുമുണ്ട്. ആരെയും പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വം നാണുവിൽ നിറഞ്ഞു നിന്നിരുന്നു. ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ അവസ്മരണീയമായ സ്ഥാനത്തെത്തുന്ന അവതാര പുരുഷനാണ് തങ്ങളുടെ തറവാട്ടിൽ താമസിക്കുന്നതെന്ന് ഒരുപക്ഷെ അവരന്ന് അറിഞ്ഞിരുന്നില്ല. ആ താമസവുമൊക്കെ വളരെ സന്തോഷകരമായിട്ടാണ് നാണു ആ ഭവനത്തിൽ അവിടെ കഴിഞ്ഞിരുന്നത്. അവിടെ സന്ധ്യാനാമത്തിനൊക്കെ ശേഷം തറവാട്ടിൽ ഉള്ളവരും പഠിക്കാനെത്തിയിരുന്ന വിദ്യാർത്ഥികളും ആ തറവാടിൻ്റെ വിശാലമായ പൂമുഖ ഹാളിൽ ഒത്തുകൂടുക പതിവുള്ള കാര്യം തന്നെയായിരുന്നു. ലൗകിക കാര്യങ്ങൾ മുതൽ ആധ്യാത്മിക വിഷയങ്ങൾ വരെ അവിടെ ചർച്ച ചെയ്തു കൊണ്ടിരുന്നു. കൂടാതെ പലരും സ്വന്തം സൃഷ്ടികളായ കവിതകളും കഥകളും നാടകങ്ങളും ഒക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അതൊരു വിദ്വൽ സദസ്സായും സാഹിത്യവേദിയായും പ്രാർത്ഥനാ സംഘമായും മീമാംസാ പരിഷത്തൊക്കെയായും മാറിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം ഏകനായും അന്തർമുഖനായും ഇരിക്കുവാനാണ് നാണു അന്നും ഇഷ്ടപ്പെട്ടിരുന്നത്. ചിലപ്പോൾ പാരായണത്തിൽ മുഴുകും, മറ്റു ചിലപ്പോൾ പുസ്തകം തുറന്നു വെച്ച് ദിവാസ്വപ്നത്തിൽ മുഴുകിയിരിക്കും. വാരണപ്പള്ളിയിലെ മരങ്ങളും മൃഗങ്ങളുമായിട്ട് ആയിരുന്നു നാണുവിന് കൂടുതൽ ചങ്ങാത്തം. ആലും ആൽത്തറയും ഫലവൃക്ഷങ്ങളും തെങ്ങിൻ തോപ്പുകളും കുളവും ക്ഷേത്രവും നാലുകെട്ടും നടുമുറ്റവും വിശാലമായ പാടശേഖരവും കൃഷിയിടങ്ങളും ധാരാളം വളർത്തു മൃഗങ്ങളും ധാന്യപ്പുരകളും ഒക്കെയുള്ള വാരണപ്പള്ളി തറവാട് നാണുവിന് നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. നാണു അവിടെ താമസം അധികകാലമായിരുന്നില്ല എങ്കിലും വാരണപ്പള്ളി തറവാട്ടിലെ ഓരോ അംഗങ്ങൾക്കും നാണുവിനെക്കുറിച്ച് പറയുവാൻ വാക്കുകളേറെയായിരുന്നു. പുതുപ്പള്ളിയിലെ ചേമണ്ണൂരായിരുന്ന കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ പള്ളിക്കൂടം ചേമണ്ണൂർ ആശാനെന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. കാവ്യവും നാടകം, അലങ്കാരം, തർക്കം, വ്യാകരണം, വേദാന്തം തുടങ്ങിയ വിദ്യാതലങ്ങളിൽ ആശാനോളം പാണ്ഡിത്യമുള്ളവർ വിരളമായിരുന്നു. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യോഗ്യത കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആ കാലഘട്ടം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മളൊക്കെ അല്ലെങ്കിൽ ഒരു പേരുകേട്ട കോളേജിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ഒക്കെ പഠിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അവിടെ 60ഓളം കുട്ടികളായിരുന്നു ആശാന് കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്നത്. ആ വിദ്യാലയത്തിൽ അല്ലെ ആ പള്ളിക്കൂടത്തിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ വാസനയും അവരുടെ ആ ശേഷിയും പഠനകാലവും ഒക്കെ നോക്കിയായിരുന്നു ആശാൻ അവർക്ക് വിദ്യ അഭ്യസിപ്പിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഇന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നൊക്കെ നമ്മളെ കുട്ടികളെ ഓരോ മാതാപിതാക്കൾ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി അവർക്ക് താല്പര്യമില്ല എങ്കിൽ പോലും നമ്മൾ അവരെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവരുടെ മനസ്സിൽ, മാതാപിതാക്കളുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട്, മകൻ ഇന്നതാകണം, മകൻ അല്ലെങ്കിൽ ഡോക്ടറാകണം,
അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹം ജനിച്ചു കഴിയുമ്പോൾ അത് അവർക്ക് ആ കുഞ്ഞിന് അതിനുള്ള കഴിവോ അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ഇല്ലെങ്കിൽ പോലും അതിനെ നിർബന്ധിച്ച് കൊണ്ടുപോയി അത് കുഞ്ഞിലേ മുതൽ അങ്ങനെ നിർബന്ധിച്ച് തന്നെ യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുള്ള കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഗുരുവിൻ്റെ ആ കാലഘട്ടത്തിൽ ആ കുമ്മമ്പള്ളി രാമൻപിള്ളി ആശാൻ ആ വിദ്യാലയത്തിൽ ഓരോരുത്തരുടെയും ഇഷ്ടവും ആ വാസന അനുസരിച്ചായിരുന്നു അവിടെ വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ആ സമയത്ത് പലർക്കും പല ഭാഗങ്ങൾ ഒരേ സമയം പഠിക്കേണ്ടതായി വരും. കാരണം ഒരാൾക്കൊരു വിഷയമാകുമ്പോൾ അങ്ങനെ പല വിഷയങ്ങളും ചിലപ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു. ശ്രവണം, മനനം, ഗ്രഹണം തുടങ്ങി ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ഉത്തമ ലക്ഷണങ്ങളെല്ലാം നാണുവിനുണ്ടായിരുന്നതിനാൽ ആശാന് നാണുവിനോട് ഒരു പ്രത്യേക മമതയും ഒരു വാത്സല്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ അറിയാം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ടീച്ചർമാർക്കും ഒക്കെ പ്രത്യേക ഒരു വാത്സല്യവും സ്നേഹമൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ അന്ന് തന്നെ ആശാന് നാണുവിനോട് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കാര്യം കേട്ടാൽ തന്നെ നാണുവിൻ്റെ മനസ്സിൽ അത് എഴുതിയിട്ടതുപോലെ ഒരിക്കലും മായാത്ത വിധം പതിയുമായിരുന്നു. ആശാൻ നാണുവിനെ ആദ്യം പഠിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാളിദാസൻ്റെ രഘുവംശമായിരുന്നു. ദിവസം 2 ശ്ലോകങ്ങൾ വീതം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ആ 2 ശ്ലോകങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ 2 ശ്ലോകങ്ങൾ മറ്റു കുട്ടികൾക്ക് അതൊരു കുന്നോളം തോന്നിയിരുന്നെങ്കിൽ നാണുവിനത് ഒരു കുന്നിക്കുരുവിനോടൊപ്പമേ ഉള്ളൂ നാണുവിനത് തോന്നിയിരുന്നുള്ളൂ. അതിനാൽ ഒരു ദിവസം നാണു തൻ്റെ വിഷമം ആശാനോട് തുറന്ന് പറയേണ്ടി വന്നു. ഈ കണക്കിന് പോയാൽ എനിക്ക് പഠിപ്പ് അവസാനിപ്പിച്ചിട്ട് ജീവിത ലക്ഷ്യം തേടി പോകുവാൻ സാധിക്കില്ലല്ലോ എന്ന് ആശാനോട് തുറന്നു പറഞ്ഞു. അപ്പോൾ ആശാൻ വാത്സല്യപൂർവ്വം നാണുവിനോട് പറഞ്ഞു, ഇനി മുതൽ നാണു മുതിർന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠഭാഗങ്ങൾ കൂടി കേട്ട് പഠിച്ചുകൊള്ളുക. സന്തോഷവാനായ നാണു കാവ്യങ്ങളും അലങ്കാരങ്ങളും തർക്കവ്യാകരണങ്ങളും വേഗം ഹൃദിസ്ഥമാക്കി. അതോടുകൂടി മറ്റു കുട്ടികളുടെ സംശയങ്ങൾ തീർക്കുക എന്ന ചുമതല കൂടി നാണു ഏറ്റെടുത്തു. ആശാന്റെ അസാന്നിധ്യത്തിൽ പഠിപ്പ് നയിക്കുവാൻ പോലും നാണു നിയോഗിക്കപ്പെട്ടു. കുട്ടികൾക്കിടയിൽ ഒരു തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴോ അതിനൊക്കെ ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിനും നാണുവിൻ്റെ വാക്കായിരുന്നു ആശാൻ മുഖവിലയ്ക്കായിട്ട് എടുത്തിരുന്നത്. നാണുവിൻ്റെ അസാമാന്യമായ കഴിവ് ബോധ്യപ്പെട്ട ആശാൻ നാണുവിനെ വിദ്യാർത്ഥികളുടെ നായകനായിട്ട് നിയമിച്ചു. അക്കാലത്ത് ചട്ടമ്പി എന്നായിരുന്നു ആ സ്ഥാനത്തെ വിളിച്ചിരുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് പറയുന്ന ചട്ടമ്പിയല്ല, ചട്ടമ്പിത്തരമല്ല. അന്ന് ചട്ടമ്പി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ, ലീഡർ എന്നൊക്കെ പറയുന്നതിനാണ് ചട്ടമ്പി എന്ന് പറയുന്നത്. അങ്ങനെ നാണു ചട്ടമ്പിയായിട്ട് മാറി. ആ നാണുവിനോടൊപ്പം പഠിച്ചിരുന്നതാണ് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, വെളുത്തേരി കേശവൻ വൈദ്യരുമൊക്കെ നാണുവിനോടൊപ്പം പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു. വാരണപ്പള്ളിയിൽ താമസിക്കുന്ന കാലത്ത് നാണു തികഞ്ഞ ഒരു ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു. ദിവസവും പുലർച്ചെ 4 മണിക്ക് നാണു എഴുന്നേൽക്കും. മറ്റു വിദ്യാർത്ഥികൾ ഉണർന്നു വരും മുമ്പ് തന്നെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറികളൊക്കെ അണിഞ്ഞ് നാമജപം നടത്തിക്കൊണ്ടിരിക്കുന്ന നാണുഭക്തനെയാണ് പലരും എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കണി കണ്ടുകൊണ്ടിരുന്നത്. രാവിലെയും വൈകുന്നേരവും നാണു അടുത്തുള്ള ക്ഷേത്ര ദർശനവും നാണുഭക്തൻ്റെ ഒരു ദിനചര്യയുടെ ഭാഗമായി മാറി. വാരണപ്പള്ളിയിലെ അമ്മമാർക്ക്
ഈ നാണുവിൻ്റെ ഭക്തിഗാനം കേൾക്കുവാൻ വലിയ ഇഷ്ടമായിരുന്നു. നാണു സ്വയം രചിച്ചവയായിരുന്നു ഏറിയ പങ്കും അതിൽ ആലപിച്ചിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു പുതിയൊരു കീർത്തനം ഞങ്ങൾക്ക് കൂടി ജപിക്കുവാൻ പുതിയൊരു കീർത്തനം രചിച്ചു തരണമെന്ന് ഒരിക്കൽ വാർണപ്പള്ളിയിലെ ഒരു അമ്മ നാണുവിനോട് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അവർക്കൊക്കെ വലിയ വാത്സല്യത്തോടു കൂടിയാണ് നാണുവിനെ കണ്ടിരുന്നതും ആ നാണുവിൻ്റെ ആ ജപങ്ങളും പ്രാർത്ഥനയും ഇതൊക്കെ കേൾക്കുന്നതുമൊക്കെ അവർക്ക് വലിയ സന്തോഷമായിരുന്നു. അന്ന് വൈകിട്ട് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു വന്ന നാണു വാർണപ്പള്ളിയിലെ ആൽത്തറയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ സ്വരൂപം ദൃശ്യമാവുകയും നാണുവിൻ്റെ ഹൃദയം ആ ഭക്തി സാഗരത്തിൽ നീന്തിത്തുടിച്ചുകൊണ്ടും ഇരുന്നു. ഹൃദയത്തിൽ നിന്നും കരകവിഞ്ഞിറങ്ങിയ ആ അനുഭവത്തിൻ്റെ സൃഷ്ടിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ആ വഞ്ചിപ്പാട്ടിൻ്റെ ഭക്തി ആദരപൂർവമായ നാണുവിൻ്റെ ആലാപന മാധുരിയിൽ വാർണപ്പള്ളിയിലെ അമ്മമാർക്ക് മനസ്സിലായി നാണു ഒരു അസാധാരണ ആൾ തന്നെയെന്ന്. സാധാരണ ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല എന്ന സത്യം അവരെല്ലാവരും ഒരേപോലെ മനസ്സിലാക്കി. അപ്പോൾ അവരെല്ലാം പല സമയങ്ങളിലും കണ്ടിട്ടുണ്ട്. ചില നേരങ്ങളിൽ നാണു ആരോടെല്ലാമോ സംസാരിക്കുന്നതായും നമസ്കരിക്കുന്നതായും ഒക്കെ ചിലർ കണ്ടിരുന്നു. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം നാണുവിനെ അല്ലാതെ രണ്ടാമതൊരാളെ കാണുവാൻ കഴിഞ്ഞിരുന്നുമില്ല എന്ന കാര്യവും അവർ പരസ്പരം സംസാരിച്ചിരുന്നു. അപ്പോഴെല്ലാം നാണുവിൻ്റെ മുഖത്ത് ആ സമയത്തെല്ലാം ഒരു ദിവ്യത്വം നിറഞ്ഞു നിന്നിരുന്നതായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഒരിക്കൽ ഒരമ്മ അടക്കാനാവാത്ത ഭക്തിയോടും ആകാംക്ഷയോടും കൂടി നാണുവിനോട് ചോദിച്ചു, ഞങ്ങൾക്കൊന്നും പ്രത്യക്ഷമാകാത്ത ഏതോ ഒരു ദിവ്യരൂപം നാണുവിന് പ്രത്യക്ഷമാവുന്നുണ്ടല്ലോ, അതെന്താണെന്ന് നാണു ഈ അമ്മയോടൊന്ന് പറഞ്ഞു തരാമോ? നാണു പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു, അമ്മേ, അത് ബാലകൃഷ്ണൻ്റെ സ്വരൂപമാണ്. ചില സമയങ്ങളിൽ ഞാൻ നോക്കുന്നിടത്തെല്ലാം ബാലകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായി കാണാം. അത് കേട്ട ആ അമ്മ ആദ്യമായി നാണുവിൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി തൊഴുതു നിന്നു. അക്കാലത്ത് ഒരു രാത്രിയിൽ നാണുവിന് ബാലകൃഷ്ണ രൂപം സ്വപ്നത്തിൽ ദൃശ്യമായി വന്നിരുന്നു. ഭഗവാൻ നാണുവിനെ കൂടെ ചെല്ലുവാൻ വിളിച്ചതുപോലെ നാണുവിന് തോന്നി. നാണു മെല്ലെ കണ്ണുകൾ തുറന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ ഇത് തോന്നിക്കഴിഞ്ഞാൽ നല്ല സ്വപ്നം കാണുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോകുന്ന ഒക്കെ സ്വഭാവം ചിലർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ബാലകൃഷ്ണൻ ഭഗവാനോടൊപ്പം ഭഗവാനെ നാണുവിനെ കൂടെ ചെല്ലുവാനായിട്ട് ഭഗവാൻ വിളിക്കുകയും നാണു മെല്ലെ കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ മുന്നിൽ പ്രകാശപൂരിതമായ ദിവ്യരൂപം കാണുകയും ചെയ്തു. അത് കണ്ടിട്ട് നാണു ചാടി എഴുന്നേറ്റ് ആ വെളിച്ച രൂപത്തിൻ്റെ പിന്നാലെ നീങ്ങി. അപ്പോൾ ആ വെളിച്ച രൂപം ഇങ്ങനെ വേറൊരു ഭാഗത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നു. ആ രൂപത്തെ അനുഗമിച്ചുകൊണ്ടിരുന്ന നാണുവിന് അതിൻ്റെ അടുത്തെത്തുവാനുള്ള വേഗത പോരാ എന്ന് തോന്നിയ നിമിഷം, നല്ല സ്പീഡിലായിരുന്നു ആ രൂപം പോയിക്കൊണ്ടിരുന്നത്, തോന്നിയ നിമിഷം നാണു ഓടുവാനായി തുടങ്ങി. വാർണപ്പള്ളിയിലെ പറമ്പിലൂടെ ഓടിയ നാണു ബോധമറ്റ് ഒരു കുഴിയിൽ വീണു. ബോധം വീണ്ടെടുത്തപ്പോൾ കൂട്ടുകാരെയും വാർണപ്പള്ളി കുടുംബാംഗങ്ങളെയുമായിരുന്നു നാണു കണ്ടിരുന്നത്. വിസ്മയവും ആശ്ചര്യവും ആകാംക്ഷയും പരിഹാസവും നിറഞ്ഞു നിന്നിരുന്ന അവരുടെ ഓരോ മുഖങ്ങളിലും മാറി മാറി നോക്കി നടന്നു മെല്ലെ നാണു പറഞ്ഞു തുടങ്ങി, ബാലകൃഷ്ണൻ വന്നു വിളിച്ചു, ഞാൻ ബാലകൃഷ്ണനെ കണ്ടു. കുഴിയിൽ വീണപ്പോൾ ബാലകൃഷ്ണൻ അപ്രത്യക്ഷനായി. ആ അനുഭവങ്ങളിൽ പിറന്ന ഒരു കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. നമുക്ക് ശ്രീകൃഷ്ണ ദർശനം എന്ന കൃതി ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പിറന്ന
കൃതിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് മനസ്സിൽ നിന്നും എഴുതിയ കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. ഭൂയോ വൃത്തി നിവർത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാപൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. ആ മനോഹരമായ കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. അങ്ങനെ വാരണപ്പള്ളിയിലെ ആ ജീവിതത്തിനിടയിൽ നമുക്കായി എഴുതി തന്ന ആ കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം എന്ന് നാം കണ്ടു. പിന്നെ വാരണപ്പള്ളിയിലെ അന്നത്തെ കാലഘട്ടത്ത് അവിടെ ഒന്നിലധികം കാലിത്തൊഴുത്തുകളും ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ വൃത്തിയും വെടുപ്പും ഒക്കെ നിറഞ്ഞു നിന്ന തൊഴുത്തുകളായിരുന്നു. അവിടെയെല്ലാം ഒരു കൂട്ടം ജോലിക്കാരും ഒക്കെ ഉണ്ടായിരിക്കുകയും ആ തൊഴുത്തുകളൊക്കെ വളരെ മനോഹരമായ രീതിയിൽ, ഇപ്പോൾ കാലിത്തൊഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ വൃത്തിഹീനമായിട്ടൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. വളരെ വൃത്തിയോടുകൂടി ഈ കാലികളെയൊക്കെ പരിപാലിച്ചിരുന്ന ഒരു 1-2 തൊഴുത്തുകൾ വാരണപ്പള്ളിയിലുണ്ടായിരുന്നു. അപ്പം ആരോഗ്യവും ചുറുചുറുപ്പും ആത്മാർത്ഥതയുമൊക്കെയുള്ള ആൾക്കാരായിരുന്നു അവിടെ അതിനെയൊക്കെ പരിപാലിച്ചിരുന്നത്. അപ്പം നമ്മുടെ നാണുവിന് ഈ കന്നുകാലികളെയും ഒക്കെ വളരെ സ്നേഹമായിരുന്നു. കന്നുകാലികളെ, വൃക്ഷങ്ങളെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമായിട്ടായിരുന്നു. അതിനെയൊക്കെ വളരെ പരിപാലിക്കുന്നതും നാണുവിന് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ വളരെ ചുറുചുറുക്കും ആത്മാർത്ഥതയുമുള്ള ഒരു പുലിയ യുവാവ് എൻ്റെ ആ പ്രവൃത്തിയൊക്കെ നാണുവിന് വളരെ ഇഷ്ടം തോന്നിയിരുന്നു. അപ്പം അവനോട് കൂടുതൽ ചങ്ങാത്തവും അവനോട് വളരെ സ്നേഹവും നമ്മുടെ നാണുവിന് തോന്നുകയുണ്ടായി. മിണ്ടാപ്രാണികളെ മിത്രങ്ങളെ പോലെയാണ് അവൻ പരിപാലിച്ചിരുന്നത്. നാണു കണ്ടിട്ടുണ്ട്. അവയോട് ഓരോന്നിനോടും സംസാരിച്ചു കൊണ്ടൊക്കെയാണ് ആ ആരോഗ്യമുള്ള യുവാവ് കാലികളെ പരിപാലിച്ചിരുന്നത്. അവരുടെയൊക്കെ ഒപ്പം അതിനെ പരിപാലിക്കാൻ നാണുവും ഇടയ്ക്കിടയ്ക്ക് കൂടുമായിരുന്നു. അങ്ങനെ ആ നാണു അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒക്കെ ഒരു അയിത്തം നിലനിരുന്ന ആ കാലഘട്ടത്തിൽ ചാത്തൻ പുലയൻ എന്ന ആ യുവാവ് അവിടുന്ന് മാറി നിൽക്കും. പക്ഷെ അപ്പോഴെല്ലാം നാണു അതിനെയെല്ലാം നഖശിഖാന്തം എതിർത്തിരുന്നു. അങ്ങനെ വളരെ സ്നേഹത്തിൽ ഈ ചാത്തൻ പുലയനുമായി വളരെ ചങ്ങാത്തം കൂടിയ ആ കാലഘട്ടം ഒരു ദിവസം ചാത്തൻ പുലയനെ അവിടെയെങ്ങും കാണാതെയായി. അങ്ങനെ കുറച്ച് ദിവസം ഒക്കെ അന്വേഷിച്ചിട്ടും ചാത്തൻ പുലയൻ വരാതായി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ നമ്മുടെ നാണു കാരണവരോട് തന്നെ ചോദിച്ചു, നമ്മുടെ ചാത്തൻ പുലയൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാരണവർ പറഞ്ഞു, അപ്പോൾ നാണു ഇതൊന്നും അറിഞ്ഞില്ലേ? ചാത്തൻ പുലയന് കുഷ്ഠം പിടിച്ച അവൻ ശൈലി അന്നൊക്കെ കുഷ്ഠം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണമാണ് അതിൻ്റെ അവസാനം. ആരും നോക്കത്തില്ല, ആരും അടുക്കത്തില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കുഷ്ഠം പിടിച്ചു കഴിയുമ്പോൾ. അപ്പോൾ അവൻ ചാളയിൽ തന്നെ ഉണ്ട്. അപ്പം ചാള എന്ന് പറയുന്നത് ചെറിയൊരു കുടിലനാണ് ചാള എന്ന് പറയുന്നത്. ചാളയിലുണ്ട് എന്ന് പറയുകയും നാണു അവിടേക്കൊന്നും പോകരുത് എന്നുള്ള ഒരു ഉപദേശം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും നാണുവിൻ്റെ മനസ്സിൽ ആ ചാത്തൻ പുലയൻ്റെ ആ മൃഗങ്ങളോടുള്ള ആ സ്നേഹവും വാത്സല്യവും ആത്മാർത്ഥതയുമായിട്ടുള്ള ആ പെരുമാറ്റവും ഒക്കെ ഉള്ള ആ ശബ്ദവും ആ ആരോഗ്യകരമായിട്ടുള്ള രൂപവുമൊക്കെ ആയിരുന്നു നാണുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞ് നിന്നിരുന്നത്. നാണുവിന് ഭയങ്കര സങ്കടമായി. മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന ആ നാട്ടുരീതിയായിരുന്നു അന്ന് നടന്നിരുന്നത്. അത് നാണുവിന് സഹിക്കാനായി കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം നാണു അവിടുന്ന് ഇറങ്ങി
ചാത്തപ്പുലേൻ്റെ കുടില് തേടി ഇറങ്ങി. ചാത്തപ്പുലേൻ്റെ കുടിലെത്തി. കുടിലെന്ന് പറയുമ്പോൾ ഓലയും പുല്ലും ഒക്കെ കൊണ്ട് ഒരു തൊഴുത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത രീതിയിൽ ആയിരുന്നു ഒരു കുടില്. അവിടെ കയറി ചെന്നപ്പോൾ തന്നെ ചാത്തമ്പുലയിൽ ഞെട്ടി, അയ്യോ നാണുത്തമ്പ്ര എന്ന് ഞെട്ടി തിരിച്ച് വിളിക്കുകയും, അപ്പോൾ ദേഹമെല്ലാം പൊട്ടി ഒലിച്ച് വ്രണങ്ങളുമായി കഴിയുന്ന ചാത്തമ്പുലേനെ കണ്ടപ്പോൾ നമ്മുടെ നാണു എന്ന ആ യുവാവ് പറയുന്നുണ്ട്, കുഷ്ഠരോഗിയായി കണ്ട് മരണത്തിന് വിട്ടുകൊടുക്കുന്നവരുടെ മനസ്സിനാണ് കുഷ്ഠം ബാധിച്ചിട്ടുള്ളതെന്ന് നാണു പറയുന്നു. അപ്പോൾ നാണു അന്ന് കയ്യിൽ കരുതിയിരുന്ന തുണി കൊണ്ട് വ്രണങ്ങളെല്ലാം ഒരു വൈദ്യൻ്റെ ആ ഒരു വൈദ്യനെ പോലെ തന്നെ അതെല്ലാം വൃത്തിയാക്കി കയ്യിൽ കരുതിയ മരോട്ടി എണ്ണ എല്ലാം പുരട്ടി കൊടുക്കുകയും ചെയ്ത് നാണു വളരെ ആശ്വാസകരമായ രീതിയിൽ ആ ചാത്തമ്പുലേനെ ശുശ്രൂഷിച്ച ശേഷം മരോട്ടി എണ്ണയും തുണിയും പിന്നെ കുറച്ച് ഇലകളും കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഇലകൾ തിളപ്പിച്ച് ചൂടാറി കഴിയുമ്പോൾ ഈ അത് കുളിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അതിൻ്റെ ആ ശുശ്രൂഷകളുടെ വിവരങ്ങൾ ചാത്തനെ മനസ്സിലാക്കിയ ശേഷം കുടിലിൽ നിന്നും തിരികെ പോന്നു. അങ്ങനെ ദിവസങ്ങളോളവും കഴിഞ്ഞപ്പോൾ ചാത്തമ്പുലേൻ്റെ രോഗം ഭേദമാകുകയും വീണ്ടും ചാത്തമ്പുലേൻ വാർണപ്പള്ളി തറവാട്ടിൽ എത്തുകയും ചെയ്തപ്പോൾ അത്ഭുതത്തോടു കൂടിയാണ് എല്ലാവരും ചാത്തമ്പുലേനെ നോക്കിയത്. അവരെല്ലാം തിരക്കി, ഈ രോഗത്തിന് നിന്ന് നിന്നെ ആരാണ് രക്ഷപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ചാത്തമ്പുലേൻ പറഞ്ഞു, ദൈവം നാണു തമ്പ്രാൻ്റെ രൂപത്തിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി എന്നാണ് ചാത്തമ്പുലേൻ അവിടെ പറഞ്ഞത്. അതിനുശേഷം എല്ലാവർക്കും നാണു ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു ആചാര്യനോട് എന്ന പോലെയായിരുന്നു എല്ലാവരുടെയും പെരുമാറ്റം. ഒരിക്കൽ ഇങ്ങനെ എല്ലാവരും ആ ആചാര്യ രൂപത്തിൽ തന്നെ നാണുവിനോടുള്ള പെരുമാറ്റവും ഒക്കെ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരിക്കൽ അഭിമാനത്തോടു കൂടി ആശാൻ നാണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നാണുവിന് ഇനി നൽകുവാൻ തക്ക വിദ്യകളൊന്നും എൻ്റെ കൈവശം ബാക്കിയില്ലല്ലോ. ഇത് മനസ്സിലാക്കിയ നാണു ആത്മകഥം ചെയ്തു, തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായിരിക്കുന്നു, ഇനി മടക്കമാകാം. അങ്ങനെ നാണുവിൻ്റെ ഉപരിപഠനം അവിടെ പൂർത്തിയാകുന്നു. ഉപരിപഠനം പൂർത്തീകരിച്ച അവസരത്തിൽ നാണുവിന് അതിസാരം പിടിപെടുന്നു. അവിടെ ചികിത്സിക്കുന്നു. എന്നിട്ടും നാണുവിന് സുഖപ്പെടാതെ വന്നപ്പോൾ വയൽവാരം വീട്ടിലെ നിന്നും അമ്മാവനും മാതാപിതാക്കളും ഒക്കെ എത്തി വയൽവാരം വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ആ അസുഖമെല്ലാം ഭേദമാകുന്നു. അപ്പോൾ അതിനുശേഷം അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരം, കാരണം അമ്മാവനും അറിയാം ഇനി ദേശാടനത്തിന് വിടാതെ അമ്മാവൻ നാണുവിനെ അവിടെ ഒരു പഠിപ്പിക്കാനായി ഒരു പള്ളിക്കൂടം നിർമ്മിച്ചു കൊടുക്കുന്നു. വയൽവാരം വീടിന് കിഴക്ക് വശത്തായി ഓല കൊണ്ട് കെട്ടിമേഞ്ഞ ഒരു കുടിപ്പള്ളിക്കൂടം കെട്ടി അവിടെ ഒരു കളരി തുടങ്ങി. അങ്ങനെ അവിടെ കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ട് നാണു ആശാനായി മാറി. അപ്പോൾ നമ്മുടെ വിഷയം നാണുവിൻ്റെ വിദ്യാരംഭവും വിദ്യാഭ്യാസ കാലഘട്ടവുമായിരുന്നു. അപ്പോൾ അത് ഇവിടെ ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എളിയ വാക്കുകൾ പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ
ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ.